ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഒരു ലിപ് ബാം ഉണ്ടാക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി ഇങ്ങനെ ഷോർട്ടൊക്കെ എടുക്കുന്നതിനോട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഷോർട്ടൊക്കെ എടുക്കല്. സോ അതുകൊണ്ട് ലിപ്പൊക്കെ ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. നല്ല മാറ്റമുണ്ട്. അപ്പൊ മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട മാതിരി ഒരു നാച്ചുറൽ ഗ്ലോ തരുന്ന ഒരു ലിപ് ബാമിന്റെ ഒരു ലിപ് ബാം ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആയ കച്ചറ കളിക്കാണ് കേട്ടോ. അങ്ങനെ അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ബീട്രൂട്ടാണ് എടുത്തത്. ഒരു ബീട്രൂട്ട് നല്ലോണം തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു നല്ല തരിപ്പെടുത്തിട്ട് നല്ലോണം തരിച്ചെടുക്കുക. 1-2 പ്രാവശ്യം തരിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു തരിപ്പ് മാറി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലോണം ഒരു മറ്റു ലിപ്പിലിടുന്ന സമയത്ത് ഒരു തരി ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ തരിച്ചെടുക്കുക. ഞാൻ 2 പ്രാവശ്യം തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്ത ബീട്രൂട്ട് നല്ലോണം തരിപ്പ വെച്ചിട്ട് അതിൻ്റെ നീര് മാത്രം അങ്ങനെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ വേറെ എക്സ്ട്രാ വാട്ടറൊന്നും നമ്മൾ ചേർത്തിയില്ല. ബീട്രൂട്ടിലെ വെള്ളം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ബീട്രൂട്ട് തന്നെയാണ് നമ്മൾ എടുത്തില്ല. അപ്പോൾ അതിലുള്ള നീരാണ്. അപ്പം എങ്ങനെയൊക്കെ എടുത്താലും നമ്മൾ ഇതിന് കുറച്ച് വെള്ളം എങ്ങനെയായാലും ചേരും. അപ്പം നമുക്കൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പാനൊക്കെ വെച്ചിട്ട് നമ്മളിത് കുറുക്കിയെടുക്കുക, നീരൊക്കെ എടുത്തതിന് ശേഷം കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാനൊക്കെ ചൂടാക്കിയിട്ട് നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ നീര് പാനിലിട്ടിട്ട് കുറുക്കാൻ പോവാണ്. കുറച്ചൊന്ന് കുറുക്കിയാലോ നമുക്ക് നല്ലൊരു കട്ടിയുള്ള ഫോർമാറ്റിലേക്ക് ലിപ് ബാമിൻ്റെ ഒരു തിക്നെസ്സിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 തവണയൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുറച്ചൊന്ന് കുറുക്കിയെടുക്കുക. നല്ലൊരു തിക്നെസ്സിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് ഒരു 5 സ്പൂണോളം ഉള്ളത് 2-3 സ്പൂണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫാക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ. 2 സ്പൂണോളം ആയിട്ടുണ്ട് നമ്മുടെ കുറുക്കിയെടുത്ത ബീട്രൂട്ടിൻ്റെ നീര്. അപ്പോൾ നമ്മളിതിലേക്ക് 1 സ്പൂണ് വാസ്ലിനും 1 സ്പൂണ് ആൽമണ്ട് ഓയിലുമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഓപ്ഷണലാണ്. അതിന് പകരം നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതിനോട് ഒരു കുഴപ്പമില്ല. അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പിന്നെ ഒരു വൈറ്റമിൻ്റെ ക്യാപ്സ്യൂളും കൂടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം 1 സ്പൂണ് വാസ്ലിനും 1 സ്പൂണ് ആൽമണ്ട് ഓയിലും ഒരു വൈറ്റമിൻ്റെ ടാബ്ലറ്റുമാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ വാസ്ലിൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബീട്രൂട്ടിലേക്ക് നല്ലോണം മിക്സ് ആവില്ല. ആ സമയം നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടിട്ട് ഈ ബൗള് ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ആ സമയം നമ്മൾ വാസ്ലിൻ ഇതുമായിട്ട് നല്ല രീതിക്ക് മിക്സ് ആവും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. കാരണം ഞാൻ മിക്സ് ആക്കിയ സമയത്ത് മിക്സ് ആവുന്നേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ കുളമായല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അങ്ങനെ ചെയ്തപ്പോൾ നല്ല രീതിക്ക് തന്നെ മിക്സായി വന്നു. നല്ലൊരു ലിപ് ബാമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേമാതിരി 2 സ്പൂണ് ആണ് ബീട്രൂട്ടിൻ്റെ നീരെടുത്ത്. അതേ സെയിം അളവിൽ തന്നെ ഞാൻ വാക്സിലിനും എടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. ഇത് ഉണ്ടാക്കി അപ്പം തന്നെ നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. സൗണ്ടൊക്കെ മാറി കിടക്കുകയാണ്. ചെറിയ ജലദോഷം ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ 2-3 ദിവസമായി ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ ഫ്രിഡ്ജിലായിരുന്നു. ആക്ച്വലി നമ്മൾ ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പക്ഷേ എങ്കിൽ 2-3 ദിവസമായിട്ട് ഞാൻ ഫ്രിഡ്ജിന്റെ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഈ ലിപ് ബാം നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാലും കുറച്ച് വെള്ളം മാതിരി ആയിരിക്കുന്നു. പക്ഷേ എങ്കിൽ അങ്ങനെയല്ല. നമ്മൾ വാസ്ലിൻ ഉപയോഗിക്കുന്നതിനോട് ആ വാസ്ലിന്റെ അതേ ഒരു തിക്നെസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും യൂസ്ഫുൾ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡേ ഫുള്ള് യൂസ് ചെയ്യാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തേച്ചാൽ മതി എന്നുള്ളൂ. കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മുടെ ലിപ്പിന് നമ്മളിപ്പോ ന്യൂസിലൊക്കെ കേൾക്കണ്ടല്ലോ ലിപ്സ്റ്റിക്കിന്റെ മെർക്കുറിന്റെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാനിത് എനിക്ക് പേടിയായിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അടിപൊളിയാണ്. അപ്പൊ നിങ്ങളും ഇത് മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇച്ചിരി മതി. നമുക്ക് ഒരു ബീട്രൂട്ടൊക്കെ മതിയാ. ഇത് തന്നെ 2 ബോട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കിട്ടും. എനിക്ക്
ഇത് നമുക്ക് ലിപ് ബാം ആയിട്ട് മാത്രമല്ല, നമുക്ക് ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം ലിപ് ബാമിന് എങ്ങനെയാണെന്ന്. ഇപ്പൊ ലിപ്പില് ഒന്നിട്ടില്ല, നല്ല പിഗ്മെന്റഡ് ചെയ്യുന്നു. ഇവിടെയൊക്കെ ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു, അതിനൊക്കെ നല്ല മാറ്റമുണ്ട്. ഇതാ അപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട മാതിരിയുള്ളൊരു ഫീൽ ഉണ്ട്, എഫക്റ്റ് ഉണ്ട് കേട്ടത്. ഇത് പിന്നെ നമ്മള് ചെറിയ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ മക്കളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് മക്കൾക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിലും ഇത് ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നതിനോട് ഒരു പ്രശ്നം വരുന്നില്ല. കാരണം നമ്മള് കെമിക്കലും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം വരുന്നില്ല. നമ്മളെ ലിപ്പിനോ നമുക്കോ ഒരു ദോഷം വരുന്നില്ല. കാരണം വായിൽ പോയാലും ഒരു പ്രശ്നം വരുന്നില്ല. നല്ല മധുരം ഉണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ വായിലൊക്കെ ആവുമല്ലോ, അതേമാതിരി ഇതാവുന്നത് കൊണ്ടൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റോറേജ് വെക്കാം. ഒരു 1 year ഒക്കെ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഫ്രിഡ്ജിന്റെ പുറത്ത് 2-3 ദിവസമായി വെച്ചിട്ട്, എന്നിട്ടും ഈ ഒരു ഈ ഒരു തിക്നെസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട്, വേറെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പൊ ഞാൻ കിടക്കാൻ നേരത്തും ഇത് അപ്ലൈ ചെയ്യലുണ്ട് കേട്ടോ. വാസ്ലിൻ ഉണ്ടായതുകൊണ്ട്. കാരണം നമ്മുടെ ഒരു റെഡ് കളർ നമ്മൾ ലിപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് എപ്പോഴും ഇപ്പൊ അപ്ലൈ ചെയ്യലുണ്ട്. ഇനി ബ്ലഷ് ആയിട്ട് നമുക്ക് നോക്കട്ടോ. ഇത്രയൊന്നും വേണ്ട, ഞാൻ വീഡിയോയിലൊന്നും നല്ലോണം എന്ത് എന്താ ഞാനിപ്പോ മാമ്പറ്റിയാണല്ലോ, അപ്പം വീടിന്റെ മുന്നിൽ വണ്ടി പോയതിന്റെ സൗണ്ട് ഉണ്ട്. കുറുക്ക അടിപൊളിയാണ്. ബ്ലഷ് ആയിട്ട്, നാച്ചുറൽ ബ്ലഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു കെമിക്കലും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. വാസ്ലിനാണെങ്കിലും നമ്മളെ ലിപ്പിന് അടിപൊളിയാണ്. നമ്മുടെ പിഗ്മെന്റഡ് ലിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട്. കുറുക്ക അയ്യ അവിടുന്ന് ചോദിക്കും. പിന്നെ ആകപ്പാടുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ വീട്ടിൽ നിൽക്കുന്നൊക്കെ സമയത്ത്, നമ്മൾ ഫങ്ഷൻ അല്ലാതെ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് കൂടുതലും ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ലിപ്പിനോ നമുക്കോ ഒരു ദോഷം വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു ബീട്രൂട്ട് മാത്രം എടുക്കണമെന്നൊന്നുമില്ല, ഹാഫ് മതി. ബീട്രൂട്ടിന്റെ ഒരു ഹാഫ് കണ്ടോ, അടിപൊളിയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു ലിപ് ബാം തന്നെയാണിത്. എനിക്ക് എത്രയോ ഭയങ്കര ഇഷ്ടമായി ഇത്. എന്തേ എനിക്ക് നേരത്തെ തോന്നാഞ്ഞത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്താ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിനെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം. പിന്നെ അതേമാതിരി ഇനി അങ്ങോട്ട് നമ്മുടെ
സ്കിൻ കെയറും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്കിൻ കെയറിന്റെ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് സ്കിൻ കെയറിന്റെ വീഡിയോ എന്താ ചെയ്യാത്തത്. അപ്പം ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ വീഡിയോ നമ്മുടെ ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആയുള്ള എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പം ഒരുപാട് താങ്ക്സ്. ഇത്രയും ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും 2000 ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും എത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.